ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. ഞാൻ അത്യാവശ്യം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും കേട്ടോ. എഴുന്നേറ്റ് ബ്രഷൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറേ സമയം നടക്കും. നടന്നതിന് ശേഷം പിന്നെ അത്യാവശ്യം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പം പുറത്ത് വെയിലൊക്കെ ചെറുതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഹെഡ്ലൈൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും വായിക്കാനുള്ള സമയമില്ലെങ്കിലും അത്യാവശ്യം മെയിനായിട്ടുള്ള ന്യൂസ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് നോക്കും. കാരണം ഈ രാവിലെ നോക്കുന്നതേ ഉള്ളൂ, പിന്നീട് അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനോ എടുക്കാനോ ഒന്നും സമയം കിട്ടുന്നൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ന്യൂസുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണല്ലോ. അത് തന്നെയല്ല, നമ്മൾ രാവിലെ ഈ ഒരു തിരക്കിട്ട ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു എന്താ പറയണേ, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റൊക്കെ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും മാറ്റി വെക്കുക തന്നെ ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണേ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന കുറച്ച് സമയം അത് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാകണം. നമ്മൾ സാധാരണ വീട്ടമ്മമാരെന്താ ചെയ്യുന്നതെന്നറിയാമോ, നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കും, പക്ഷെ നമ്മുടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാനായിട്ട് നമുക്കൊരിക്കലും സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ദോശയ്ക്കുള്ളത് അരച്ചു വെച്ചിരുന്നു. ദോശയ്ക്കല്ല, ഇഡ്ഡലി. അപ്പോൾ ഞാൻ ദോശമാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ അരച്ച് വെക്കും. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി കിട്ടുമോ എന്നുള്ളൊരു സംശയമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു തുണിക്കകത്തൊക്കെ പൊതിഞ്ഞിട്ട് വേറൊരു പാത്രത്തിനകത്തൊക്കെ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പതുക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് എനിക്ക് രാവിലെ കുറച്ചും കൂടെ എളുപ്പം. കാരണം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലിക്ക് കോരി ഒഴിച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളും ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും രാവിലെ തിരക്ക് കൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് എന്തായാലും കോരി ഒഴിച്ച് വെക്കുക. പിന്നെ ഇന്നിപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ കോമ്പിനേഷനായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് കുറച്ചും കൂടെ സന്തോഷം കേട്ടോ. കാരണം സാമ്പാർ നമുക്ക് ഉച്ചക്കത്തേക്ക് കൂടെ കൂടുതൽ ഒരു കറിയാകും. പിന്നെ അതിൻ്റെ കൂടെ ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് രാവിലെ എന്താ പറയണേ ഓരോ പണികൾ ചെയ്യുന്നത്. അപ്പോൾ തലേദിവസം തന്നെ അതിനുള്ള അത്യാവശ്യം പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇഡ്ഡലി കോരി ഒഴിച്ച് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാറിന് വേണ്ടിയുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ചില ദിവസം ഞാൻ വളരെ സിമ്പിളായിട്ട്, അതായത് കഷ്ണങ്ങളൊന്നും അധികം ഇല്ലാതെ ഞാൻ ഉണ്ടാക്കും. ഇന്നിപ്പോൾ അത്യാവശ്യം ഒരു വാഴയ്ക്ക ഉണ്ട്, അതുപോലെ തന്നെ ലോക്കി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വെജിറ്റബിളിൻ്റെ പേര് ലോക്കി എന്ന് ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വത്സല ചേച്ചിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കി എന്നുള്ള പേര് എനിക്കറിയാം. കാരണം ഇവിടെ ഹിന്ദിയിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, പക്ഷേ മലയാളത്തിൽ ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പല വെജിറ്റബിൾസിൻ്റെയും പേര് ഹിന്ദിയിലൂടെ നമുക്ക് ഞാൻ പറയാത്തത്. അതിൻ്റെ ചിലതിൻ്റെ പേര് എനിക്ക് എന്താ പറയണേ, മലയാളത്തിൽ എന്താ പറയണതെന്ന് അറിയത്തില്ല, ചില വെജിറ്റബിൾസ്, കാരണം നമ്മുടെ നാട്ടിലധികം യൂസ് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത്. എന്തായാലും ചേച്ചി ലോക്കി എന്ന് തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ അത് ലോക്കിയാണ്. അപ്പോൾ ഞാനിതിനകത്തോട്ട് ഒരു മുറി കായും, അതുപോലെ തന്നെ ലോക്കിയുടെ ഒരു ചെറിയ കഷ്ണവും, പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്. ഇച്ചാന് സാമ്പാറിനകത്ത് ബീറ്റ്റൂട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തു, അത്യാവശ്യമുള്ള പച്ചക്കറിയെല്ലാം ചേർത്ത്, പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അത്യാവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നു. ഒരു 3 വിസിലടിച്ചതിന് ശേഷം പിന്നെ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത്, നമ്മൾ വീട്ടമ്മമാരായിരിക്കുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല കേട്ടോ. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, ഒന്നും നമ്മൾ അത്ര ഒരു പ്രയോറിറ്റി നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളെ അതുപോലെ ആ ഒരു കെയറിങ് എന്താ പറയുക, എല്ലായിടത്തും അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിരിക്കുന്ന തിരക്കും ജോലി തിരക്കും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മൾക്കിപ്പോൾ എന്താ അസുഖം വന്നാലും അല്ലെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ടൈം നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് നമ്മളുടേതായിരിക്കുന്ന ഒരു സ്പേസ് എപ്പോഴും നമ്മുടെ ലൈഫിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കേട്ടോ ഇവിടെ, കാരണം
ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ്. മൂത്ത മോൻ നാട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം എന്ന് പറയുന്നത് ജോലി സമയം, നമ്മുടെ സ്കൂളിൻ്റെ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ ഫുള്ള് ഞാൻ തന്നെയാണ്. കാരണം ഇച്ചാനാണെങ്കിലും ഇച്ചാൻ്റേതായിരിക്കുന്ന ജോലികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, മോൻ പഠിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവർ അല്ലെങ്കിലും അവരുടേതായിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി പഠിത്തവും, അല്ലെങ്കിൽ എന്തായാലും ആൺകുട്ടിയാണല്ലോ, അപ്പോൾ അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും കുക്കിങ്ങും അതുപോലെ നമ്മുടെ മറ്റ് വീട്ടിലെ പണികളും ഒക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോകും. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണ് നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നമുക്ക് ഹാപ്പിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹാപ്പിയാക്കുന്നത് എന്താണോ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് ഓരോ വീട്ടമ്മമാരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ വീഡിയോ എടുക്കുകയും അതുപോലെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിന് വോയിസൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹോബിയാട്ടോ. പിന്നെ ആ ഒരു രീതിയിലൂടെയാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന വീഡിയോസാണ്. ഒരു ഹൈഫൈ വീഡിയോ അല്ല. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. വളരെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മോർണിംഗ് റൊട്ടീൻ അല്ലെങ്കിൽ ഈവനിങ് റൊട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ട്രാവലിംഗ് വ്ലോഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോയ്ക്കായിട്ട് വേണ്ടി മാത്രം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നാച്ചുറലായിട്ടിരിക്കുന്ന ഒരു ലൈഫാണ് നമ്മൾ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ആ ഒരു രീതിയിൽ നമ്മുടെ സന്തോഷം, നമുക്ക് വേണ്ടി ഒരു സ്പേസ് എപ്പോഴും കൊടുക്കാനായിട്ട് ഓരോ വീട്ടമ്മയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ, ഇഡ്ഡലിയും സാമ്പാറും പിന്നെ മുട്ട പുഴുങ്ങിയതും. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കണം. പിന്നെ എന്താ പറയണേ, ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.